ധന്യാണേ. അങ്ങനെ ഇന്ന് റമദാൻ 29 നമ്മളോട് ഇന്നത്തെ ദിവസം റമദാൻ വിട പറയോ, എന്തോ ഒരു വിഷമല്ലേ. റമദാൻ മാസം നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്തു നിന്ന് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൂടപ്പിറപ്പ് പോലെ, ഒരു കൂട്ടുകാരനെ പോലെ ആരും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം. ആളുടെ ദൗത്യം കഴിഞ്ഞുകൊണ്ട് ആൾ പോവുകയാണ് എന്നുള്ള ഒരു ഇതാണ് എനിക്ക് ഫീൽ ആവുന്നത്. എനിക്കെന്തോ ഒരു ചെറിയൊരു വിഷമമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് റമദാൻ നോമ്പിൽ അവസാനത്തെ നോമ്പാണോന്ന് എനിക്കറിയില്ല. കാരണം നാളെ വെള്ളിയാഴ്ച പിന്നെ പെരുന്നാളാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. തീരുമാനമൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം 6:30. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ നോമ്പോറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നാളെ പെരുന്നാളാണെന്നൊക്കെ ചിലപ്പോൾ അറിയുക. ചിലപ്പോൾ വെള്ളിയാഴ്ച പെരുന്നാൾ അല്ലെങ്കിൽ ശനിയാഴ്ച. മാക്സിമം എല്ലാവരും വെള്ളിയാഴ്ച തന്നെയാണ് പറയണത്. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഇന്നൊരു ചെറിയൊരു വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മക്കൾക്കും കൂടി ഡ്രസ്സ് എടുക്കാനുള്ള ഒരു ചെറിയൊരു പൈസ എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോവുകയാണ്. വൈകുന്നേരത്ത് പോവും. അപ്പോൾ നോമ്പോറൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ പോയി എടുത്തതിന് ശേഷമുള്ള വീഡിയോ അപ്പം ഞാൻ കാണിക്കാം കേട്ടോ. ഞാനിന്ന് നോമ്പോറയ്ക്ക് എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കണതേ നല്ല പിന്നെ എന്താണ് തൈര് ഉള്ളിയും കൂടി പച്ചമുളക് കൂടിയിട്ട് അരിഞ്ഞിട്ട് നല്ലോണം ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ, ഉപ്പൊക്കെ ഇട്ടിട്ട്. പിന്നെ മുന്തിരിങ്ങ, പിന്നെ എന്നുള്ള പോലെ നമ്മുടെ കീരവട, നമ്മുടെ ഇസാക്കണ്ണൻ്റെ കടയിലത്തെയാണ്. പിന്നെ ഉപ്പേരി ഉണ്ട് കേട്ടോ. ഉപ്പേരി വന്നിട്ട് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ നോമ്പ് തുറക്കണം. പിന്നെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ വിശേഷം? എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാ ദിവസവും പിന്നെ ഈ വീഡിയോസൊന്നും ഉണ്ടാവില്ല. കാരണം റമദാൻ നമ്മളുടെ അടുത്ത് നിന്ന് വിട പറയാൻ ഇനി ഏതാനും നിമിഷങ്ങളും ദിവസങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ വിശുദ്ധ റമദാനിലെ 29ാമത്തെ നോമ്പ് ഇതാ ഇവിടെ പൂർണ്ണമാവുകയാണ്. ബാങ്ക് വിളിച്ചു. റമദാൻ നമ്മളോട് വിട പറയാൻ പോവുകയാണ്. പറയുമ്പോൾ ഭയങ്കര വിഷമം. എന്തായാലും നോമ്പ് തുറക്കട്ടെ കേട്ടോ. അങ്ങനെ വിശുദ്ധ റമദാനിലെ ഈ ഒരു നോമ്പ് ഞാനിവിടെ തുറന്നിരിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഞാനൊരു പിന്നെ കുറച്ച് ലോങ് ആയിട്ട് എനിക്കൊരു ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. പോകുന്ന സമയത്ത് കുറച്ച് തണുത്ത വെള്ളം വാങ്ങിക്കാനായിട്ട് ഞാൻ കയറി ബേക്കറിയിൽ. അപ്പോൾ അവർ ചിന്തിക്കും എനിക്ക് കുടിക്കാനായിരിക്കുമെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരും മുസ്ലിം മതവിശ്വാസി തന്നെയാണ്. അപ്പം ആളും നോമ്പെടുക്കുന്ന ഒരാളെ തോന്നുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് എനിക്ക് തണുത്ത വെള്ളം തരുമോ എന്ന് ചോദിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ മുഖം ഒന്ന് തണുപ്പിക്കാനും വായൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ നിന്ന് വടക്കഞ്ചേരി വരെ എനിക്ക് എത്തണമായിരുന്നു ആ ഉണ്ണിയപ്പം കൊണ്ട്. ഒരു സർപ്രൈസ് ഉണ്ണിയപ്പമായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, എല്ലാവരും കാണണം. അപ്പോൾ പറയുക, നോമ്പ് ഉള്ള ആളുകൾ ഒരു കുപ്പി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുടിക്കാനായിരിക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ നല്ലതിനെയും ചീത്തയെയും നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.